കുട്ടിക്കാലത്തെ ഓണത്തിന് ഇലത്തലക്കിൽ അമ്മ ആദ്യം വിളമ്പുന്നത് പഴനുറുക്കാണ്. പക്ഷെ അന്നത്തെ പഴനുറുക്ക് ഇങ്ങനെയല്ലേ, നേന്ത്രപ്പഴം 4 കഷ്ണങ്ങളാക്കി വേവിച്ച് അതിൽ കുറച്ച് വെല്ലവും തേങ്ങ ചിരവിയതൊക്കെ ഇട്ടിട്ട് മണത്തിന് മാത്രം വളരെ കുറച്ച് നെയ്യ് ഒഴിച്ച സംഭവം റെഡി. പക്ഷേ ഇതിനേക്കാൾ എത്രയോ ടേസ്റ്റാണ് കേട്ടോ അത്. പക്ഷെ ഇന്നത്തെ ഒരു വെറൈറ്റി പഴനുറുക്ക് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന പഴനുറുക്കാട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. പേന അടുപ്പത്ത് വെച്ച് കുറച്ചധികം നെയ്യ് ഒഴിച്ചിട്ടേ ഈ നേന്ത്രപ്പഴം ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതങ്ങനെ നെയ്യിലിട്ടിട്ട് നന്നായിട്ട് വേവിക്കുക കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ ആ പഴം നന്നായിട്ട് വെന്ത് കിട്ടും. 3 അച്ചി ശർക്കര എടുത്തിട്ട് നമുക്കതൊരു പാനിയാക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് ദേ ഈ വെന്ത പഴത്തിലോട്ട് ആ പാനി എങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സിമ്മിൽ വെച്ച് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ല് കിട്ടും, നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മണം കിട്ടും. പണ്ടത്തെ തേങ്ങയ്ക്ക് പകരം ഇപ്പം നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ആ തേങ്ങാപ്പാൽ നന്നായിട്ട് ആദ്യ പാല് നന്നായി പിഴിഞ്ഞൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴും ഭയങ്കര മണമായിരിക്കും. ഇനി കുറച്ചുകൂടെ മണത്തിന് നമുക്കൊരു ഏലക്കായ പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതുകൂടെ കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയാണ്. സൂപ്പറായിട്ടുണ്ട്. കുറച്ചുകൂടെ കറുത്ത ബെല്ലാണെങ്കിൽ ഈ പഴനുറുക്ക് കുറച്ചുകൂടെ കറുപ്പ് കളർ കിട്ടും കേട്ടോ. പക്ഷെ ഇത് നോർമൽ ബെല്ലായതുകൊണ്ടാണ് ഇങ്ങനൊരു കളറ്. പക്ഷെ ടേസ്റ്റ് അസാധ്യമാണ്. എങ്കിലും എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ആ രുചി തന്നെ കേട്ടോ വായിൽ. അപ്പോൾ അത്രയുള്ളൂ.